ഇന്നത്തെ വീഡിയോ ഒരു നെക്ക് ഡിസൈൻസിൻ്റെയാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നെക്ക് ഡിസൈനാണ്. അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണിത്. അപ്പോൾ നമുക്ക് ഫ്രോക്കിനും ചുരിദാറിനും ടോപ്പിനും എല്ലാത്തിനും ഇത് നന്നായിട്ട് ചേരുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡിസൈൻസ് ആണെങ്കിലും അതിനും നമുക്കിത് നന്നായിട്ട് ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഞാനിങ്ങനെ ഡിസൈൻ വെക്കുന്നത്. ക്യാൻവാസ് വെച്ചാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗം നമുക്ക് നെക്കിന് ആവശ്യത്തിന് വേണ്ട വിഡ്ത്തിലും ലെങ്ത്തിലും ആദ്യം തന്നെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തിടേണ്ടതാണ്. അതിനുശേഷമാണ് നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസ് വെച്ച് ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഒരു 1.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ക്യാൻവാസ് കുറച്ച് നല്ല വീതിയിലും നീളത്തിലും കൂടി എക്സ്ട്രാ എടുക്കേണ്ടതാണ്. ഒരു 2-3 ഇഞ്ചോ നമുക്ക് വേണ്ട നെക്കിനേക്കാളും അധികം എടുക്കേണ്ടതാണ്. ഇതിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ എടുക്കുന്നത് 4.5 ഇഞ്ചിലാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ നെക്ക് വെക്കുന്നതിന് ആഡ് ചെയ്ത് എടുക്കുക. എന്നിട്ട് സ്കെയിൽ കൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ചത് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് വേണ്ട നെക്കിനേക്കാളും ഒരു 1.5 ഇഞ്ച് കൂടുതലാണ് ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ റൗണ്ട് നെക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിന് നമ്മൾ കൂടുതലും റൗണ്ട് നെക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ അതൊന്ന് റൗണ്ട് ചെയ്ത് നമുക്കിപ്പോൾ കൈ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ വരക്കാം. ഞാനിപ്പോൾ അത് ഉപയോഗിച്ച് വരച്ചെന്നേ ഉള്ളൂ. അങ്ങനെ കർവ് ചെയ്ത് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത് റൗണ്ട് ചെയ്ത കർവിലൂടെ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് തെറ്റാതെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതേപോലെ നമുക്ക് വെക്കാനുള്ള ക്ലോത്തിലേക്ക് ഈ കട്ട് ചെയ്തെടുത്ത് ക്യാൻവാസ് ഇട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. നല്ല ക്ലോത്തിൻ്റെ ഉൾവശത്ത് വെച്ചാണ് ക്യാൻവാസ് ഇങ്ങനെ അയൺ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ അയൺ ചെയ്തിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. സൈഡൊന്നും വിട്ടു പോകാതെ എല്ലാ മൂലയും നന്നായിട്ട് ഇതേപോലെ അയൺ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചും കൂടെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഉൾവശത്തേക്ക് ഇതേപോലെ വെച്ചിട്ട് ഇനി നമ്മൾ ഒരു 1/4 ഇഞ്ച് അകലത്തിലോ 1/2 ഇഞ്ച് അകലത്തിലോ ഇതേപോലെ മടക്കി അടിക്കുക. തൊട്ട് പറ്റിയിട്ട് മടക്കി അടിക്കേണ്ടത് ഒരു 1/4 ഇഞ്ച് അകലത്തിൽ മടക്കി അടിച്ചാൽ മതിയാവും. തൊട്ട് പറ്റിയിട്ട് മടക്കി അടിച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് ജസ്റ്റ് ഒന്ന് വിട്ടു പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കുറച്ചും കൂടി നീക്കിയിട്ട് മടക്കി അടിക്കാനായിട്ട് പറയുന്നത്. ഇതേപോലെ റൗണ്ട് ഫുള്ളും നമ്മൾ അടിച്ചെടുക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇതിന് നമ്മൾ ഫ്രിൽ വെക്കുന്നത് ഒരു ബ്ലാക്ക് കളർ പീസിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 ഇഞ്ച് വീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ഒരു 36.5 ഇഞ്ചിലാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം ലെങ്ത്തിലെടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഫ്രിൽ വെച്ച് കഴിയുമ്പോൾ എന്തായാലും നന്നായിട്ട് ലെങ്ത്ത് കുറയും. അപ്പോൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാകും. എപ്പോഴും അധികം എടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രിൽ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു സൈഡ് മടക്കി അടിച്ചെടുത്തു. ഇനി അടുത്ത സൈഡ് വെറുതെ നമ്മൾ ഒന്ന് സ്റ്റിച്ചിട്ട് പോവുകയാണ്. അത് നമുക്ക് അവിടെ ചുരുക്കുകൾ ഇട്ട് കൊടുക്കാനാണ്. നൂല് വലിച്ചിട്ട് ചുരുക്കുകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒന്ന് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ ഇതേപോലെ ചുരുക്കാക്കി എടുക്കുക. കട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് പാർട്ട് അപ്പോൾ ഞാൻ ആ ക്യാൻവാസ് അയൺ ചെയ്ത് വെച്ച ആ ക്ലോത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത് ഇതേപോലെ ഉൾവശം നിവർത്തിയിടുക ആദ്യമേ തന്നെ. എന്നിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തതിൻ്റെ നല്ല വശം ആ ഉൾവശമായിട്ട് ഫേസായിട്ട് വരുന്ന രീതിയിൽ വേണം ഇടാനായിട്ട്. ഇതേപോലെ നമ്മൾ നോക്കുമ്പോൾ രണ്ടിൻ്റെയും ഉൾവശം കാണുന്ന രീതിയിൽ നമുക്ക് ഫേസായിട്ടിരിക്കേണ്ടത് രണ്ടിൻ്റെയും ഉൾവശമാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ ഉൾവശവും ക്യാൻവാസ് വെച്ചതിൻ്റെ നല്ല വശവുമാണ് ഫേസ്ഡായിട്ട് ഇരിക്കുന്നത്. ഇതുപോലെ വെച്ചാലേ നമുക്ക് അത് തിരിച്ചിടുമ്പോഴേക്കും കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്തു കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ താഴത്തെ ക്ലോത്തിൽ സ്റ്റിച്ച് വരുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ നമ്മൾ ഓൾറെഡി നെക്ക് കട്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെക്ക് കട്ട് ചെയ്യാതെയും നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കി വരുന്ന ഭാഗം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് ചെറിയ ചെറിയ നോച്ചുകൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക.
ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് തിരിച്ചെടുക്കാനായിട്ട്. ഇതേപോലെ തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തിട്ട് ഒന്ന് അയേൺ ചെയ്ത് ഇടുന്നതാണ് നമുക്ക് കൂടുതൽ നല്ലത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടും. ഞാനിവിടെ അപ്പോൾ തിരിച്ചെടുത്ത് ഒന്ന് അയേൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനടിയിലേക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചുരുക്കിയെടുത്ത ആ പീസ് ഇങ്ങനെ വെച്ച് ആദ്യം തന്നെ കറക്റ്റാണോ അറ്റം വരെ നമുക്ക് അത് എത്തുന്നുണ്ടോ എന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ചുരുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ച് കൊടുത്തൊന്ന് വലുതാക്കി എടുത്താൽ മതിയാവും. ക്യാൻവാസ് വെച്ച ഭാഗം ഇതേപോലെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തേക്ക് ചുരുക്കിട്ട ഭാഗത്തിൻ്റെ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ അറ്റത്തിട്ട് അതുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് അളവിൽ വെച്ചിട്ട് വേണം, എല്ലാ ഭാഗത്തും കറക്റ്റ് അളവിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഈ ഫ്രില്ലിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബ്ലാക്ക് ക്ലോത്തിൽ വന്നിരിക്കുന്ന ചുരുക്കുകളൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും ചുരുക്കുകൾ കിട്ടുന്ന രീതിയിൽ ഇതേപോലെ കറക്റ്റായിട്ട് ലെങ്ത്ത് വരുന്ന രീതിയിൽ നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം അത് അടിച്ചെടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവസാനം വരുമ്പോഴേക്കും ഒരു ഭാഗത്ത് മാത്രമായിട്ട് ചുരുക്കുകൾ കൂടിക്കിടക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും എത്താനായിട്ട് ഇതേപോലെ നമ്മൾ കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രം അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഫ്രില്ല് വെച്ചിരിക്കുന്ന ഭാഗം നമ്മുടെ ക്യാൻവാസിൻ്റെ പീസിൻ്റെ അകത്തേക്ക് കുറച്ച് കയറ്റിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. തൊട്ട് പറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോകും. അതുകൊണ്ട് തന്നെ കുറച്ച് കയറ്റി ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചുരുക്കുകൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഫുൾ ഭാഗം നമുക്ക് ഇതേപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗമാകുമ്പോഴേക്കും കുറച്ച് ഫ്രില്ലുകൾ കുറഞ്ഞാലും കുഴപ്പമില്ല. ബാക്കി എല്ലാ ഭാഗത്തും ഇതേപോലെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നന്നായിട്ട് ചുരുക്കൾ വരുന്ന രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിത് എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ നെക്ക് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.